ചിത്തരഞ്ജൻ MLA നമുക്കൊപ്പം ചേരുന്നുണ്ട്. MLA, ആലപ്പുഴയിലെ ഈ ഒരു സംഭവം MLA അറിഞ്ഞിട്ടുണ്ടാകും. പൂർണ്ണ അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞിന്റെ കാര്യമാണ് ഒരു മന്ത്രിയല്ല 2 മന്ത്രിമാർ ഉറപ്പ് നൽകിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി സജി ചെറിയാനും ഉറപ്പ് നൽകിയതാണ് ഈ കുഞ്ഞിന് സൗജന്യ ചികിത്സ. പക്ഷേ ആ സൗജന്യ ചികിത്സ എവിടെയെന്ന് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് MLAക്ക് പറയാനുള്ളത്? അത് ഈ കേസ് എന്റെ ശ്രദ്ധയിലുള്ളതാണ്. പിന്നെ അവര് അദാലത്തിൽ വന്നിരുന്നു. അദാലത്തിനകത്ത് വന്നിരുന്ന പരമാവധി കാര്യങ്ങൾ പരിഹരിക്കാൻ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ നേതൃത്വം കൊടുത്തു. അതിൽ ഏറ്റവും നന്നായി ഈ 2 മന്ത്രിമാരും ജനങ്ങളുടെ പ്രശ്നങ്ങളാകെ കേട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് നടപ്പിലാകാതെ വന്നത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് തെറ്റ് സത്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അടിയന്തരമായിട്ട് തന്നെ ആ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടിട്ട് അതിന് ആവശ്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുന്നതിന് തീർച്ചയായിട്ടും MLA ഈ ലാബിനെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ ലാബിനെതിരെ കേസെടുത്തിട്ടില്ല. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. അതൊന്നും നടന്നിട്ടില്ല. കുഞ്ഞിന് സൗജന്യ ചികിത്സ പോലും ലഭിച്ചില്ല. കുഞ്ഞിന്റെ കുടുംബത്തിന്റെ ദുരവസ്ഥ ഞങ്ങളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുകയായിരുന്നു. ആ കുഞ്ഞിന്റെ അച്ഛൻ തന്നെ ഇപ്പോൾ ന്യൂസ് 18 ചേർന്ന് ആ വീടിന്റെ ഒരു ദുരവസ്ഥ ഞങ്ങളോട് പങ്കുവെച്ചു. അത് ഏറെ ദയനീയമാണ്. ഉടൻ തന്നെ ഒരു നടപടി ഉണ്ടാവണം. MLA എന്താണ്? അല്ല, എന്റെ ശ്രദ്ധയിൽ ഇപ്പോ അന്ന് വന്ന സാഹചര്യത്തില് അവിടെ വന്നു അദാലത്തിലൊക്കെ വന്ന് കാര്യം ഞങ്ങളെല്ലാം വേണ്ട സഹായങ്ങൾ അന്ന് ചെയ്തു കൊടുത്തവരാണ്. അവരെ പിന്നെ അപേക്ഷ ഒപ്പിക്കാനും അതോടൊപ്പം തന്നെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ നീങ്ങിയതാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു സ്ഥിതിയാണ്, തീരുമാനമൊന്നും ആയിട്ടില്ല എന്ന നിലയിൽ ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ആ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൊടുത്തിട്ടുള്ള ഉറപ്പ് ബഹുമാനപ്പെട്ട ആലപ്പുഴയുടെ MLA PPC സാറ് ഈ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ പാലിയേറ്റീവ് കെയറിലുള്ളതാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ CM-ന് കൊടുത്ത പരാതി ഇൽമയുടെ അടിസ്ഥാനത്തില് അവിടുത്തെ പാലിയേറ്റീവ് അംഗമായിട്ടുള്ള ഒരു മാഡം സാറിനെ ഈ എന്റെ വിഷയം അറിയിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു. സാറിന്റെ മുമ്പിലും ഞാൻ വേറൊരാൾ മുഖാന്തരം എന്റെ പരാതി എത്തിച്ചതാണ്. സാർ ഒരു ദിവസം എറണാകുളം തിരുവനന്തപുരത്തിന് പോകാനിരിക്കുമ്പോഴത്തേക്ക് എന്റെ ഒരു സുഹൃത്ത് കൊണ്ടുവന്ന് സാറിന് രേഖാമൂലമുള്ള പരാതി സാറിന്റെ കയ്യിൽ തന്നതാണ്. നാളിതുവരെ 8 മാസമായി സാറ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ ആലപ്പുഴയിൽ കളക്ടറേറ്റിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഞാനാണ്. ആലപ്പുഴ കളക്ടർ എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്ത് ചെയ്യണം നിങ്ങൾക്ക് എന്നൊരു വാക്ക് ചോദിച്ചിട്ടില്ല. എന്താണെന്നുള്ളത് പരിശോധിക്കുക. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. അദ്ദേഹം പറയുന്ന പോലെയുള്ള ഒരു കാര്യം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ നാളെ തന്നെ ഇടപെടാം. അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് പറയാനൊക്കെ ആലപ്പുഴ DMO ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്രണ്ട് ഇന്ന് മെനഞ്ഞാൻ എന്നോട് പറഞ്ഞതാ കുഞ്ഞിന് മിൽമ പാല് മേടിച്ചു കൊടുക്കാൻ. ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങളുടെ PPC ചോദിക്കാൻ വരുമെന്ന്. ഞാൻ അതിനകത്ത് ഇടപെടാം. എന്റെ ശ്രദ്ധയിൽ അത് വന്നിട്ടില്ല. ഞങ്ങളെല്ലാം ഇതിപ്പോ ഞങ്ങൾക്കൊരു പരാതി തന്നാൽ അത് നിശ്ചയമായിട്ടും ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ കൊടുക്കുകയും അതിന് തുടർ കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നാണ് ധരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത്. നിശ്ചയമായി ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ അടിയന്തരമായി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കും എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ആ കുടുംബത്തിന്റെ വിഷമം, വേദന ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് കിട്ടാവുന്ന പരമാവധി സഹായങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അമ്പലപ്പുഴ MLA ശ്രീ സലാമും ഞാനും ആ കാര്യത്തിൽ കൂട്ടായ ഒരു ഇടപെടൽ തന്നെ നടത്തും. MLAയുടെ ശ്രദ്ധയിൽ ഇത് വന്നു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവർ താമസിക്കുന്നത് അപ്പുറത്തെ മണ്ഡലത്തിലാണെങ്കിലും ആ കാര്യത്തിലെല്ലാം വളരെ ശക്തമായിട്ട് അദ്ദേഹം ഇടപെടുന്ന MLA തന്നെയാണ്. ഞാനും എന്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളിൽ ഇടപെടാൻ പരിശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥിതി, ഇങ്ങനെ ഒരു അവസ്ഥ ആ കുടുംബത്തിനുണ്ടായിട്ടുള്ളത് എന്നതിനെ കുഞ്ഞിന്റെ അച്ഛൻ അനീഷ് തന്നെയാണ് ഇപ്പോൾ MLAയോട് സംസാരിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് ഇടപെടാം. അത് ഇടപെടാം. ശരി, വളരെ നന്ദി ശ്രീ PP ചിത്തരഞ്ജൻ MLA. ഉടൻ തന്നെ നടപടി ഉണ്ടാകും, ഇടപെടും. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉടൻ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. അനീഷ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അനീഷ്, ഉടൻ നടപടി ഉണ്ടാകുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്. MLA ഇടപെട്ടു. നാളെ തന്നെ അതിനുള്ളൊരു നടപടി നീക്കുപോക്ക് ചെയ്യുമെന്നാണ് MLA ഇപ്പോൾ ന്യൂസ് 18 ഉറപ്പ് നൽകിയത്. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, നമ്മളിപ്പോൾ PP ചിത്തരഞ്ജൻ MLAയോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും ഈ വിഷയം പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്നാണ്. എല്ലാവരെയും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണല്ലേ? യെസ്, ശരണ്യയിലേക്ക് പോകുന്നതിന് മുൻപ് കുഞ്ഞിന്റെ അച്ഛൻ അനീഷ് കൂടി തുടരുന്നുണ്ട്. അനീഷിന് എന്താണ് ഇനി പറയാനുള്ളത്?
ആലപ്പുഴ ജില്ലാ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോഴത്തേക്ക് ആലപ്പുഴയിലുള്ള ജില്ലാ മെഡിക്കൽ കോളേജിൽ നിന്ന് എന്റെ കുഞ്ഞിനെ പൂർണ്ണമായിട്ടും ചികിത്സയും തുടർ ചികിത്സയും ആനുകൂല്യങ്ങളും സൗജന്യമാക്കിയെന്നുള്ള ഒരു ഔദ്യോഗിക റിപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ആശുപത്രിയിലേക്ക് തൂങ്ങി നിൽക്കേണ്ട ആവശ്യം വരത്തില്ല. ഇന്നലെ ഞാൻ 10 മണിക്ക് പോയിട്ട് 3:30 മണി വരെ ആശുപത്രിയിൽ ഓരോ മരുന്നിന് വേണ്ടി കയറി ഇറങ്ങി. അവിടെയുള്ള ഡോക്ടർ പറഞ്ഞു, അനീഷ ഈ മരുന്ന് മാറ്റാൻ പറ്റില്ല, ഈ മരുന്ന് തന്നെ കുഞ്ഞിന് കൊടുക്കണം. കുഞ്ഞിന് സക്രിഷൻ ഉണ്ടായാൽ വീണ്ടും കുഞ്ഞ് ഐസിയുയിലേക്കും ന്യൂമോണിയയിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ഈ കൊടുത്തോണ്ടിരിക്കുന്ന മരുന്ന് നിർത്താൻ പറ്റില്ല. അത് അനീഷ് ഇപ്പം ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് അനീഷിന്റെ കുഞ്ഞിനെ ചികിത്സിക്കാനുള്ള മരുന്നുകൾ എഴുതി തരാനും മരുന്നുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നോക്കുന്നില്ല. എനിക്ക് മരുന്ന് എഴുതി തരാം. ഇപ്പൊ അനീഷിന്റെ കുഞ്ഞിന്റെ ജീവനെയാണ് ഞാൻ സംരക്ഷിക്കുന്നത്. ആ ജീവൻ നോക്കാൻ വേണ്ടി അനീഷിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മരുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല എന്നാണ് ആ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല ഡോക്ടറാണ്. ആലപ്പുഴ WNC ആശുപത്രിയിൽ ഉണ്ടായ ചികിത്സാ പിഴവിന് അവിടുന്ന് അവരെ രാവിലെ അങ്ങോട്ട് വണ്ടാനത്തോട്ട് കൊണ്ടുപോവുകയും വണ്ടാനത്ത് കുഞ്ഞ് ജനിക്കുകയും ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് 21-ാം തീയതി, അതായത് നവംബർ 21-ാം തീയതി എന്റെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് ജനുവരി 17-ാം തീയതി വീണ്ടും ICUയിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. ഈ ICUയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് P3-യിലെ ജോസ് സാറും രാജീവ് സാറുമാണ് ചീഫ്. അവർ രണ്ടുപേരും വളരെ നല്ല ഡോക്ടർമാര്. ആ ഡോക്ടർമാര് നല്ലതായതുകൊണ്ട് കാര്യമുണ്ടോ? ഡോക്ടർമാര് ചെയ്യുന്ന നല്ല പ്രവൃത്തിക്ക് അവിടുന്ന് ഡോക്ടർമാർ എഴുതുന്ന മരുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഡോക്ടർ എന്താ ചെയ്യേണ്ടത്? ഡോക്ടറുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ചു തന്നിട്ടുണ്ട് പലപ്പോഴും ഈ മരുന്നുകള്. ഡോക്ടർമാര് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മരുന്ന് മേടിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അനീഷ ഞാൻ ഒരു മരുന്നിന് ഇവിടെ നിന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിരുവനന്തപുരത്ത് പോയി തിരിച്ച് ആലപ്പുഴയിൽ വന്ന് ആ മരുന്നിന്റെ ഓർഡർ എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് 6 മാസമെങ്കിലും ആകും. എന്തുവാണ് ആ സക്രിഷൻ ഉണ്ടാകുന്ന? ഒരു ന്യൂബോൺ കുഞ്ഞായി കഴിയുമ്പോഴത്തേക്ക് സക്രിഷൻ വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ലങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ന്യൂമോണിയ ഉണ്ടാവും. ന്യൂമോണിയ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞ് ICUയിൽ അഡ്മിറ്റ് ആകേണ്ട സാഹചര്യം വരും. ICUയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് മരണം വരെ സംഭവിക്കാം. അങ്ങനെ ന്യൂമോണിയ ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് എന്നെ SIT-യിലേക്ക് ആലപ്പുഴയിൽ നിന്ന് പറഞ്ഞു വിട്ടത്. തിരുവനന്തപുരം SIT പോയത് ന്യൂമോണിയ. അവിടുത്തെ ചീഫ് ഡോക്ടറായ ഹരിപ്രസാദ് സാർ പറഞ്ഞു, അനീഷെ നമുക്ക് കുഞ്ഞിനെ ട്രക്സോസ്റ്റമി ചെയ്യണം, കുഞ്ഞിന്റെ തൊണ്ട കിഴിക്കണം. ഞാൻ പറഞ്ഞു, സാറെ തൊണ്ട കിഴിക്കണ്ട, കാര്യം അവിടെയും ഇൻഫെക്ഷൻ ആകുകയാണ്. ഒരു കുഞ്ഞിന്റെ തൊണ്ട കിഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അത്രയും സംവിധാനങ്ങൾ ഇല്ല. ആ കുഞ്ഞിനെ ചികിത്സിച്ച് ആ കുഞ്ഞിന്റെ തൊണ്ട കിഴിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഇൻഫെക്റ്റഡ് ആകാതെ കണ്ട് കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം അവിടുത്തെ ICUയിലും ഞാൻ കണ്ടില്ല. ഞാൻ ലാസ്റ്റ് എഴുതി കൊടുത്തു, എന്റെ കുഞ്ഞിനെ ട്രക്യൂസ്റ്റമി ചെയ്യേണ്ട. കാര്യം ട്രക്യൂസ്റ്റമി ചെയ്ത കുഞ്ഞുങ്ങളെല്ലാം അവിടെ മരിച്ചോണ്ടിരിക്കുകയാണ്. ഒരു മാസം ആ 79 ദിവസം കൊണ്ട് ഞാൻ അവിടെ കണ്ട കുഞ്ഞുങ്ങൾ, എത്ര കുഞ്ഞുങ്ങളാ മരിച്ചതെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം മരവിച്ചു. ആലപ്പുഴയിലേക്ക് എങ്ങനെയും ജീവനോടുകൂടി തിരിച്ചു വന്നാൽ മതിയെന്ന എന്റെ കുഞ്ഞ് 2 ദിവസം എന്ന് പറഞ്ഞ കുഞ്ഞാ. അതായത് നവംബർ 8 എന്ന് പറയുന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച പുലർന്ന് തിങ്കളാഴ്ച വരെ മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ കുഞ്ഞ് 8-ാം മാസം കഴിഞ്ഞ് 9-ാം മാസത്തിലേക്ക് പോകുന്നു. ഈ 9 മാസമായിട്ട് അവൻ മുലപ്പാൽ കൊടുത്തിട്ടില്ല. ഡെക്സോലാക്ക് എന്ന് പറഞ്ഞ പൊടിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ആ ഡെക്സോലാക്ക് എന്ന് പറഞ്ഞ പൊടി അവന്റെ ജീവനാംശമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. തീർച്ചയായും ഞങ്ങൾക്ക് അനീഷിന്റെ വേദന പൂർണ്ണമായി മനസ്സിലാകും. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഞങ്ങൾ